നമസ്കാരം. മെഷീൻ എംബ്രോയിഡറി സ്റ്റിച്ചസ് ട്യൂട്ടോറിയലിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ട്വൈൻ കട്ട്വർക്ക് ബേസിക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. പാർട്ട് 1 വീഡിയോയിൽ സിംഗിൾ ലെയർ നെറ്റും ഡബിൾ ലെയർ നെറ്റും എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്നാണ് നമ്മൾ ചെയ്തത്. 3 ലെയർ നെറ്റും മൾട്ടി ലെയർ നെറ്റും എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്നുള്ള ട്യൂട്ടോറിയലാണ് ഈ പാർട്ട് 2 വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്വൈൻ കട്ട്വർക്ക് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. തുണി വേണം, പിന്നെ എംബ്രോയിഡറി ത്രെഡ് വേണം, ഹൂപ്പ് തീർച്ചയായിട്ടും വേണം, പിന്നെ വേണ്ടത് നല്ല മൂർച്ചയുള്ള അറ്റം വളഞ്ഞ ചെറിയൊരു സിസേഴ്സാണ്. പിന്നീട് വേണ്ടത് ട്വൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ട്വൈൻ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് കട്ടിയുള്ള ഒരു നൂല് ഉപയോഗിക്കുന്ന. കാരണം നമ്മൾക്കിവിടെ ട്വൈൻ എന്ന് പറഞ്ഞ് വാങ്ങുന്ന ട്വൈൻ നല്ല കട്ടിയുള്ളതായതുകൊണ്ട് അത് സൂചി ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ തന്നെ ഉപയോഗിക്കുന്ന കുറച്ച് കട്ടിയുള്ള നൂലാണെങ്കിൽ അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും സാധനങ്ങളാണ് ട്വൈൻ കട്ട് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഹൂപ്പിൽ തുണി ഉറപ്പിച്ചിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കണം. പിന്നെ തയ്ക്കാൻ എളുപ്പത്തിന് ഞാൻ 2 പാരലൽ ലൈൻ വരച്ചിട്ടുണ്ട്. പ്രസർ ഫൂട്ട് ഊരി വെച്ചിട്ടുണ്ട്. ഫീഡ് ഡോഗ് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി 3 ലെയറുള്ള നെറ്റ് തയ്ക്കാം. ആദ്യം റണ്ണിങ് സ്റ്റിച്ചിൽ ബോർഡർ തയ്ച്ചുറപ്പിക്കാം. ഇനി ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ട്വൈൻ നമുക്കിതുപോലെ ഒരു സൈഡിൽ നിന്ന് വെച്ച് തുടങ്ങാം. നമ്മളുടെ സൗകര്യം അനുസരിച്ച് വെച്ച് തുടങ്ങാം. എന്നാൽ ട്വൈൻ എപ്പോഴും നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് പോകത്തക്ക രീതിയിൽ ഫ്രീ ആയിട്ട് കിട്ടണം എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. തയ്ക്കുമ്പം സിഗ്സാഗ് സ്റ്റിച്ച് സെലക്ട് ചെയ്യണം. അത് തന്നെ വിഡ്ത്ത് കുറച്ച് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ വലക്കണ്ണികൾ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തു പോകാം. ഞാനിവിടെ ചെറിയ വലക്കണ്ണികളാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ആവശ്യമനുസരിച്ച് കുറച്ചുകൂടെ വലിപ്പത്തിലുള്ള നെറ്റും ഇതുപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം.
സിക്സാക് സ്റ്റിച്ചിൽ തയ്ച്ച് കവർ ചെയ്ത് ഭംഗിയാക്കാം. ഇനി കൂടുതൽ വലിയ നെറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ബോർഡർ റണ്ണിങ് സ്റ്റിച്ചിൽ തയ്ക്കാം.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണാനായിട്ട് ഓർപ്പിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യണം. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.